ചാക്കുണ്ണി, എടോ ചാക്കുണ്ണി. ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനത്തെ തുടർന്ന് എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത്? തായ കുറ്റിച്ചൂല് കൊണ്ട് എന്നെ തല്ലാൻ വരിക? കേക്കണുണ്ട്. ഞാൻ ആ ക്ലോസറ്റ് ഒന്ന് കഴുകായിരുന്നു. അയ്യോ, പാന്റും കോട്ടും ഇട്ടുണ്ട് ആരെങ്കിലും ക്ലോസറ്റ് കഴുകടോ? അല്ല പിന്നെ മേത്ത് കയറിക്കൂല്ലേ? ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണല്ലോ, പിന്നെ തിരുമ്മി കൊടുത്താ മതിയല്ല. മാറ്റി പിടിക്കടോ. ആ 4 നമ്പർ മുറി താമസിക്കുന്ന ആരാ? ആര് താമസിക്കണ്? അത് അവരല്ലേ നമ്മുടെ സേതു റായി. ആ, അവര് 4 മാസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ കാണുന്നത്? അപ്പൊ തരാനുണ്ടാവും. അവര് പണ്ടേയുള്ള പാർട്ടീസ് ആണല്ലോ. അതുകൊണ്ട് വാടക തരണ്ടെന്നാണോ? ഏത് പാർട്ടി ആണേലും ശരി, 1 മാസത്തിൽ കൂടുതൽ വാടക പെൻഡിങ്ങിൽ വെക്കാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് നമുക്ക് എങ്ങനെ പോലെ വാടക തരണം. അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് വേഗം സ്ഥലം കാലിയാക്കാൻ പറ. പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിലേക്ക് അവര് പോട്ടെ. അതെങ്ങനെ? 11 മണിക്ക് കോടതിയിലെത്തണ്ടേ? വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ട അലവലാതിക്കൊക്കെ മുറി കൊടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് നശിപ്പിച്ചു. ഫാമിലിയായിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കോടോ? ഇതെന്താണ് പറയണത്? മെനിഞ്ഞാന്നൊരു ഫാമിലി ആണല്ലോ വന്ന് 2 മണിക്കൂറത്തേക്ക് മുറി എടുത്തത്. ഫാമിലി അല്ലല്ല. പിന്നെ നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. വാടകയൊന്നും കൊടുക്കാതെ ഇവിടെ കൂടാവുന്നായിരിക്കും വിചാരം അല്ലേ? പെൻഡിങ്ങിലുള്ള വാടക തന്നിട്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി. അയ്യോ മാഡം, മനഃപൂർവ്വമല്ല. ഞാൻ കുറച്ച് ക്യാഷ് വരാനുണ്ടല്ലേ, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ? അതെ അതെ. അല്ല, എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേതു ആൻഡ് റോയ് വെഹിക്കിൾ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? അതെ. ഓഹോ, ബ്രോക്കർമാരാണല്ലേ? നോ മാഡം, ഓൺലി കാർ ബ്രോക്കേഴ്സ് അറ്റ് ഓൾ. മാഡം, വി ആർ ടോട്ടലി അപ്സെറ്റ്. 2 മസ്ഡ, 3 ബെൻസ്, 4 ടൊയോട്ട, ഇതെല്ലാം ബോംബെ മദ്രാസ് പാർട്ടിക്ക് ബിസിനസ് ചെയ്തിരിക്കുക അല്ലേ? 1 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ എമൗണ്ട് എല്ലാം പിരിഞ്ഞു വരികയുള്ളൂ അല്ലേ? അതെ. ബ്രോക്കർ ചാർജ് നോ 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 നോ, ഓൺലി സെയിൽസ് മാർജിൻ അറ്റ് ഓൾ അല്ലേ? എന്ത് മാർജിൻ ആയാലും കൊള്ളാം. ഒരാഴ്ചയ്ക്കും പൈസ തന്നില്ലെങ്കിൽ അന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം, മനസ്സിലായോ? ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ? നോട്ട് ചെയ്തേക്ക്. ഓക്കെ, കൊളവാക്കരുത്. ഒരൊറ്റ വീക്ക് നകം റെന്റ് കൊടുക്കണം. ഹലോ, മേനോ സാറോ? ഇത് എവിടുന്നാ? ഡൽഹിയിൽ നിന്ന് എപ്പോ എത്തി? ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ. എന്നിട്ട് ഇന്നലെ ക്ലബ്ബിൽ കണ്ടില്ലല്ലോ. ഇത്ര ബിസി ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ വിളിച്ചത് എന്തായിടോ ഫ്രാൻസിന്റെ കാര്യം? അയക്ക് പണം തരാൻ ഉദ്ദേശമൊന്നുമില്ലേ? അതെ സാർ, അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല. ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ? അതൊന്നും എനിക്കറിയണ്ട. ഇനി അവധി പറയാനാ ഭാവമെങ്കില് ഫാക്ടറി മറ്റാരെങ്കിലും കൊടുക്കും. എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ. ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാം. എന്താ പോലെ? എന്താ കക്ഷികളൊക്കെ വന്നിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. ഇന്ന് ഏതാ ആദ്യത്തെ കേസ്? നമ്മുടെ ചാക്കോ മുതലാളിയുടേതാ, അതിർത്തി തർക്കം. സാക്ഷികളൊക്കെ വന്നോ? ഇല്ല, ഇപ്പൊ എത്തും. എന്തോന്നാടോ ഇത്? ഇനി എപ്പോ എത്തിയിട്ട് കേസ് പിടിപ്പിക്കാനാ? ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാനൊന്നും ആളെ കിട്ടത്തില്ല. എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ. ഇത് പിന്നെ നമ്മൾ സ്ഥിരം സാക്ഷികളാ. ടാക്സി വെയിറ്റ് ചെയ്യണേ. ഗുഡ് മോർണിംഗ് സാർ. സോറി, അല്പം ലേറ്റ് ആയി പോയി. ചന്ദ്രശേഖരൻ വക്കീലിന്റെ കേസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ആറ്റിങ്ങില് പുള്ളിക്കാരൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റും. അതിന്റെ റിഹേഴ്സൽ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. എന്താടോ ഇത് റിഹേഴ്സൽ ചെയ്യാൻ നാടകോ? ജീവിതം തന്നെ ഒരു നാടകമല്ലേ സാർ? മതി മതി വാചകം. എടോ നേരെ കോളേജ് ചെല്ലും പറയേണ്ടതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക. വേഗം എത്തിയേക്കണം. ഓക്കെ സാർ. അല്ല ഏട്ടാ, ഈ കേസിന്റെ ആളാരാ? എന്താ വല്ല ടാക്സി വിടണമായിരുന്നു. ആറ്റിങ്ങന്ന് വിളിച്ചാ അല്ലേ? പുളു അടിക്കാതെ. ഇത് നിങ്ങളെ ലോഡ്ജിന് മുമ്പിൽ കിടക്കുന്ന വണ്ടിയല്ലേ? എനിക്കറിയാം. അങ്ങനെയാണെങ്കി ഇപ്പൊ നിങ്ങൾക്ക് എന്താ തേഞ്ഞു വന്ന കേസൊന്നും അല്ലല്ലോ. പാതി തനിക്കും തന്നേക്കാം. എന്നാ ശരി. ഇതിലൊന്ന് വിശാലമായിട്ട് കോടതി ചെന്ന് ഇറങ്ങാമല്ലോ. നിങ്ങൾ കോടതിയിലേക്ക് വയ്ക്കോ. വയ്ക്കോ. അപ്പൊ ചേട്ടാ, കേസ് എന്താന്ന് വെച്ചാ പറ. ഇന്ന് വേറെ 2 കേസുള്ളതാ. നമ്മുടെ ചാക്കോ മുതലാളിയില്ലേ? ഏത് ചാക്കോ മുതലാളി? നമ്മുടെ കൊപ്ര കച്ചവടക്കാരൻ ചാക്കോ മുതലാളി. എന്ത് പറ്റി? അങ്ങേർക്കൊന്നും പറ്റിയില്ല. അങ്ങേരുടെ തെക്കേ പറമ്പിന്റെ വടക്കേ മൂലയിലെ സർവേ കല്ലിന്റെ അങ്ങേ വശത്തുള്ള ശങ്കരൻ നമ്പൂരി ഒരു 5 സെന്റ് സ്ഥലം ചാക്കോ മുതലാളി ഒതുക്കിയെടുത്തിന്റെ പേര് നിർത്തുന്നുണ്ട്. രാമായണ മഹാഭാരതം ഇപ്പൊ ടി വി തന്നെ കഴിഞ്ഞിരിക്കുക. വകുപ്പ് എന്താന്ന് വെച്ചാ പറ. അത് അതിർത്തി തർക്കമാകുമ്പോ IPC 441, 42, 45, 34, 37 ഇതിൽ ഏതാന്ന് വെച്ചാ പറ. അത് പിന്നെ അതിർത്തി തർക്കമാകുമ്പം IPC 441 അത് ഈസിയാ, ഞങ്ങൾ ഏറ്റു. പിന്നെ കൂട്ടി കയറുന്നതിന് മുമ്പ് കാശ് പോക്കറ്റ് വരണം, അല്ലെ കേസ് പറയും. ചാക്കോ മുതലാളി മിനിമം 3 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും. ഏറ്റടോ. ഏറ്റെങ്കിൽ സമയം കളയാതെ വണ്ടി കയറിക്കോ. ഫ്രാൻസിസേ, ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല.
ലേബർ പ്രോബ്ലംസും രാഷ്ട്രീയക്കാരുടെ ശല്യവും കാരണമാ ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാമെന്ന് വെച്ചത്. മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാൻ തന്നത്. എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സാർ, അത് പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങൾ ചെന്ന് പെട്ടതുകൊണ്ടാ. ഓക്കെ, ഇനിയും മാറ്റമില്ലാത്തൊരു ഡേറ്റ് നിങ്ങൾ തന്നെ പറയൂ. എന്താ പിള്ളേ? അതെ അതെ, അടുത്ത 15-നപ്പുറം പോവില്ല സാർ. ഉറപ്പാണല്ലോ സാർ. അതും തെറ്റിക്കുകയാണെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻസിന്റെ പുറകെ പോവുകയെ നിവൃത്തിയുള്ളൂ. പിള്ള കേൾക്കുന്നുണ്ടല്ലോ? നമുക്ക് ശരിയാക്കാം സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓട്ടോ 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 മാറ്റേ. രത്നമഹൽ. രത്നമഹൽ. 7 രൂപയാവും. 7 രൂപയോ? അങ്ങ് താജ്മഹലിൽ പോകാനല്ല, ദാണ്ട് ഇവിടെ രത്നമഹൽ. ഈ സാധനം എന്താ ഭംഗിക്ക് വെച്ചിരിക്കുക? അത് കേടാ. എന്താ നന്നാകാത്തെ? അതിപ്പോ നിങ്ങൾ അറിയുന്നു, പറഞ്ഞില്ലേ അവിടെ വരെ പോകാൻ 7 രൂപയാവും. അയ്യടാ, 3 രൂപ കൂടുതൽ 10 പൈസ തരത്തില്ല. വണ്ടി എടു. ഒരു ലോറിക്കുള്ള സാധനം കൊണ്ട് 3 രൂപയ്ക്ക് പോകാനേ വേറെ ആളിനെ നോക്കണം. ഒരു മൂന്നുണ്ടോ കൂട്ടിത്താവാങ്ക്? ചുമ്മാതല്ലേ ഇവറ്റോളൊന്നും ഗുണം പിടിക്കാത്തത്. എന്തത് രാവിലെ തന്നെ ഓട്ടോക്കാരനായിട്ട് ഉടക്കി? അല്ലേ, ആ ലോഡ്ജ് വരെ പോകാൻ ഓട്ടോയുടെ വില അവൻ ചോദിക്കുന്നേ. അത് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ. എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെയാ. എന്നാ നടക്കാം. എന്റെ പെട്ടി എവിടെ വെച്ചിട്ട് പെട്ടി അയ്യോ സോറി കേട്ടോ. സാർ, ഇതൊന്നും എടുത്തോളാവോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അല്ല, രാവിലെ ഇത് എവിടെ പോയിട്ട് വരിക? പോസ്റ്റ് ഓഫീസ് വരെ. ആഹാ, അപ്പൊ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലേ? കുറെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും, അതാണ് എന്റെ സമ്പാദ്യം. ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് അയക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. മകൻ പട്ടണത്തിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാവ അമ്മ ധരിച്ചിരിക്കുന്നു. ഞാനെന്തിനാ ഇതെല്ലാം പറഞ്ഞ് രത്നയെ വെറുതെ ബോറടിപ്പിക്കുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ? അത്രയും സമാധാനം കിട്ടുമല്ലോ. ഇതെല്ലാം മാറി നല്ല സമയം വരുമെന്നേ. ആ, അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാ. ശരിയാവുമായിരിക്കും അല്ലേ? പിന്നെ Well, that's my privilege. No, there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. ഒരു സായിപ്പായിരുന്നു, പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന്. വെൽ മിസ്റ്റർ സേതു, എക്സ്ക്യൂസ് മീ. ഹലോ, ഗൾഫ് മാത്യു ഹിയർ. അയ്യടാ, കമാല വന്നോ? എപ്പോ ലാൻഡ് ചെയ്തായിരുന്നു? ആണോ? ഓ, അതൊന്നും വേണ്ടായിരുന്നു. എപ്പോഴാ? നാളെയോ? ഓ, എങ്ങോട്ട് പോകാനാടാവേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ശരി, ഓക്കെ, റൈറ്റ്, ബൈ. ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ, കമാലുദ്ദീൻ. ഇപ്പൊ വലിയ പൊസിഷനില്ല. ടിവിയോ VCRോ ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നല്ല കൊച്ചനാ. ഇനി നമ്മുടെ കാര്യം. നാളെ ബോംബെ നിന്നും പാർട്ടീസ് എത്തും. ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ വെറും ചടങ്ങല്ലയോ. എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. പിന്നെ റോയ് വന്ന് 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, 10,000. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എന്തായി പറയുന്നത്? എടാ, ഒരു മോട്ടോർ മെക്കാനിക്കായ ഞാൻ AC മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യാനാ? രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ. ഈ സ്പാനറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. AC താകുമ്പോ കുറച്ച് ചെറുതായിരിക്കും. എവിടുന്നെങ്കിലും ഒരു AC പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാ ഞാന്. അതിന് പണ്ടേ നീ വേന്ദ്രനാണല്ലോ. അതുപോട്ടെ, ഈ കാര്യത്തിലേക്ക് അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും. അവിടെ ചെന്ന് പറ്റിയാ നീ പഴിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. അതല്ലടാ, ഈ 10,000 രൂപ എവിടെ നിന്നുണ്ടാക്കും? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നേ. അവർക്ക് 60 വയസ്സുണ്ടായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയോത്ഗ്രഥന സമിതിയുടെ സമ്മേളനം ഇന്ന് മദിരാശിയിൽ ആരംഭിച്ചു. ഏഷ്യൻ അഭയാർത്ഥികളെ ഒഴിച്ചുമാറ്റുന്നതിന് ഒരു അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ലൈബീരിയയിൽ കലാപകാരികളുടെ നേതാവ് ചാൾസ് ടൈലർ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 11ാം ഏഷ്യൻ ഗെയിംസ് ഇന്ന് ബീജിംഗിൽ ആരംഭിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.
ഹലോ 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 കട്ടായി. ആരാ വിളിച്ചെന്ന് പറഞ്ഞോ? ആരാ വിളിച്ചെന്ന് പറഞ്ഞോന്ന്? പണ്ടാറിറങ്ങാൻ അതൊന്ന് പോയി തുപ്പിട്ട് വാ. ആരാണെന്ന് പറഞ്ഞില്ല. എപ്പം മുറുക്കാൻ വൈകിട്ടല്ലോ അപ്പൊ തുടങ്ങും ബെല്ലടിക്കാൻ. എന്നാ പിന്നെ നിർത്തിക്കൂടെ? ഏത് നേരം നോക്കിയാലും വല്യമ്മമാരുടെ ഒട്ടി ഞെഞ്ഞ് കാണിച്ചോണ്ടിരിക്കാതെ. ചെറുപ്പത്തിലെ മുത്തശ്ശിരായിന്ന് കിട്ടിയതാ, പിന്നെ അതങ്ങ് ശീലായി. ആണാ? നല്ല സ്വഭാവം. മുത്തശ്ശിക്ക് പറഞ്ഞ നല്ലൊന്നും പഠിപ്പിച്ചിരാൻ തോന്നിയില്ലോ. ഒന്നുമില്ല. എടോ, തന്നെ പോലത്തൊരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം. മനസ്സിലായോ? താൻ ഇതൊന്ന് ഒഴിവാക്കിയല്ലേ. എടോ, ഇതിലും നന്നായിരിക്കടോ തന്നെ കാണാൻ. പിന്നെ തമാശയായിട്ട് പറഞ്ഞൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ആ എന്ത്? എന്താ? ഒന്നുമില്ലെന്നേ. പിന്നെന്താ? ഇതാ വരണപ്പാ, ബഹളം ഉണ്ടാക്കല്ലേ. എന്ത് ഫോണാണ്? ഹലോ, രത്നമഹാളാണ്. ആര്? സേതുവാ? ഉണ്ടല്ല, വിളിക്ക. സേതു, സേതു, സേതുവേ. കിടന്ന് കീറാതറോ, ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ? കീറാനിത് പിറകാണ്, ഫോണാണ്. നിനക്കൊരു കാളുണ്ട്, ദേ വന്ന്. ഹലോ, അതെ. മാത്യു, 1 സെക്കൻഡ്. എന്തായി? റെഡിയായ? എപ്പോ പോകാൻ പറ്റും? അടുത്ത് തന്നെ പറക്കാവുന്നേ. വേറെ എന്നാ ഉണ്ട്? അപ്പഴേ മറ്റേ 10,000 തികച്ചും മറ്റന്നാ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കാനാ മാത്യു? കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത. അയ്യോ, അത് നടക്കാല. പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ? അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട. അയ്യോ, അത് പറ്റില്ല. ഈ ട്രിപ്പിൽ തന്നെ പോണം. എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം. ഓ, ഓക്കെ. എടാ, നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹ്റൈനിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റുമോ? ഒരു 4,000 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായി നടന്നേ. അപ്പം ബാക്കി 6,000 രൂപയ്ക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടാക്കാന്ന്. എങ്ങനെ ഉണ്ടാക്കുമെന്ന്? എടാ, ഞാൻ ചേർന്നിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ, നമുക്ക് അത് പിടിക്കാം. അത് വേണ്ട, നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ. അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല. അത് വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ബാക്കി 4,000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേ. നീ ഇത്രയും പാടുപെട്ടിട്ട് എന്നെ അയക്കാന്ന് പറയുമ്പോ ആഹാ, ചുമ്മാതാണോ? എടാ, നീ അവിടെ ചെന്നൊന്ന് പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ. ഇനിയിപ്പോ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ? നിനക്കാണെങ്കിലും ഒരു ടെക്നിക്കൽ ട്രേഡിംഗിലും അറിയാം. ആരാ? എടാ, ബിനോയാണ്. വല്ല കോളും കാണും. വാ. എന്താ ബിനോയ്, എന്താ കേസ്? എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം. ആരെ തല്ലണം? തല്ലും പിടിയൊന്നുമല്ല. ഈ വണ്ടിയെ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരണം. പറ്റൂ? എന്താ? എത്ര രൂപ തരും? 2,000 രൂപ തരും. അത് പറ്റത്തില്ല.
ഒരു 4000 രൂപ എന്നാൽ സംഗതി ഞങ്ങൾ ഏറ്റു. തരാം. അതവിടെ നിൽക്കട്ടെ. ഏതാ പെണ്ണ്? അതെന്തിനാണ് നമ്മൾ അറിയുന്നത്? ഒറ്റയടിക്ക് കാശ് കിട്ടുന്ന കേസാ. നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാന്നറിയാതെ എങ്ങനെയാ കയറി കേൾക്കുന്നത്? ബിനോയ്, കാര്യം തെളിച്ചു പറ. ഇതാ പെണ്ണ്. ഇത് ഭരതമേന്റെ മകളല്ലേ? അതെ, കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കൊണാപ്പുണ്ടല്ലോ, അവിടെ അവള് വരും 5 മണിക്ക്. നടക്കില്ല ബിനോയ്. എടാ ഒറ്റയടിക്ക് വിസയുടെ കാശ്. നീ ഒന്ന് ചുമ്മാരുന്നേ. പണം പോരാഞ്ഞിട്ടാണേ പറ. ഇല്ല, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിനോയ് സ്ഥലം വിട്. നീ ഒറ്റ ഒരുത്തൻ കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റിപ്പോയത്. ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയനെ. അങ്ങനെ ചേരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല, സെൻട്രൽ ജയിലിലേക്കായനെ. അതിപ്പോ ചെയ്താൽ തന്നെ നമ്മളാണെന്ന് ആരറിയും? അയ്യടാ, ആ പെണ്ണിന് കണ്ണു മൂക്കൊന്നുമില്ലല്ലോ. അയ്യാടാ കണ്ണും മൂക്കും. എന്താടാ വകന്തകളെ, ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും തുടങ്ങിയ കച്ചറ. ചാക്കുണ്ണിയേട്ടാ, ഇവന്റെ ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് പോയതേ രൂപ 4000. അതേത് വാക്കാണ് വധൂരി? രാവിലെ നല്ലൊരു കോള് കിട്ടിയത്. ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് കല. ഭർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. വേറെ വഴി എന്ത്? ചാക്കുണ്ണിയേട്ടൻ തരുവോ? തരാവല്ല. രൂപ 4000 അല്ലേ? എന്നാ എന്റേത് ഉണ്ടായിരുന്നല്ല, ഇപ്പൊ എങ്ങാട്ട് പോയി? എടാ നശിപ്പുകളെ, എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായലൊക്കെ കേൾക്കാനും നിൽക്കുക. നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്ന് വെച്ചാ? എടാ, രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്ത പണം ഇരിക്കണത്. പലിശയ്ക്ക് പണം കൊടുക്കലല്ലേ തൊഴില്. ബ്ലേഡ് നമ്മൾ ചോദിച്ചാ തരുവോ? നീ ചോദിച്ചാ തരൂല്ല, പക്ഷെ ചോദിക്കേണ്ടവർ ചോദിച്ചാ തരും. അതാരാ? ഇങ്ങനത്തെ പതിവൊക്കെ ഉണ്ടോ? ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. അതെന്താ അങ്ങനെ? അല്ല, പതിവില്ലാതെ അമ്പലത്തിൽ കണ്ടോണ്ട് ചോദിച്ചതാ. എല്ലാ വഴിയും മുട്ടുമ്പോ ഇങ്ങോട്ട് വരാതെ പിന്നെ എന്ത് ചെയ്യാന്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പറയൂന്നേ. വേണ്ട. ഓ, പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറയണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. റോയിയുടെ ഗൾഫ് പോക്ക് മുടങ്ങുന്ന തോന്നുന്നു. വളരെ കഷ്ടപ്പെട്ട് 6000 രൂപ ഉണ്ടാക്കിയത്. ബാക്കി 4000ത്തിന് ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ ഞങ്ങൾക്കൊക്കെ ആര് തരാനാ? പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല താനും. നാളെ ഒന്ന് വീട്ടിലേക്ക് വരാവോ? എന്തിനാ? ഒന്ന് വരൂന്നേ, ഒരു കാര്യം പറയാനാ. ഇതാ ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി വാങ്ങിക്കേ. പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു കാര്യത്തിനല്ലേ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത്. ജീവനുള്ളിടത്തോളം കാലം എനിക്ക് രത്നം മറക്കാൻ പറ്റില്ല. എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മൾ സമയത്തിന് കാശ് കൊടുക്കുന്നു. ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോഴേ അവന്റെ കണ്ണ് തള്ളിപ്പോയി. വേഗാവട്ടെ, 9:00 ട്രാവൽ ഏജൻസിൽ എത്താനാ പറഞ്ഞിരിക്കുന്നത്. ഭൂലോകത്തിലെ പല പല നാട്, അതിശയമായൊരു നസ്രത്ത് നാട്, പുണ്യമുള്ള. ആഹാ, നിങ്ങ പോവാൻ പോണേണാ? സമയമായി. ഒരു മിനിറ്റ് കേട്ടാ, എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ. ഒരു കാര്യം ചെയ്. ഇത് എന്താ ഇത്? ഒരു പാന്റും ഒരു ഷർട്ടുമാണ്. ഒരു വധൂരി തിരുമ്പാൻ തന്നാണ്. എന്നാ നീ വെച്ചോ. താങ്ക് യു. ആദ്യത്തെ ലീവിന് ഞാൻ വരുമ്പം ചാക്കുണ്ണിയേട്ടൻ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുതരും. ഒരു ഇലക്ട്രിക്കാനും കൂടി കൊണ്ടു കൊടുക്ക്. ഓക്കെ. നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ്. ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളാം. ഒരു കാര്യം പറയാൻ കേട്ടാ, അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ. തലവെട്ടാണ് ഇവിടുത്തെ കുറഞ്ഞ ശിക്ഷ. രാഘവനാ പറയും. ഞങ്ങൾ ഇറങ്ങട്ടെ. നീ ചെല്ലു മോനെ, ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട്. പോ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് അയ്യോ, ഇടിക്കോ തൊഴിക്കോ എന്തോ വേണോ ചെയ്തോ. എന്നെ തല്ലിച്ചോന് നിങ്ങളെ കാശിയിലേക്ക് കിട്ടാൻ പോകുന്നില്ലോ. സിമ്പിൾ വേണം, ആൾക്കാരത്ത് സിമ്പിൾ.
അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പറയാനുള്ളവരോട് കേക്ക് ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ്. സെക്യൂരിറ്റി മണി എന്നും പറഞ്ഞ് 10,000 രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാനും ഇതിനകത്ത് ജോലിക്ക് കയറിയത്. ആരും വെക്കാരും സമാനം പറയും. നമുക്ക് ഇതിന്റെ മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ? ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലയോ വരുന്നത്. സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലമാടം മുങ്ങിയിരിക്കുക. അവിടെ മാറി വെക്കണോ? ഞാൻ ഈ ട്രാവൽ ഏജൻസിയിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ്. only an employee. എന്തോ പ്രശ്നമുണ്ടല്ലോ. പോയി നോക്കാം. യാതൊരു വിവരവുമില്ലായിരുന്നു. ഞാൻ നിരപരാധിയാണ്. എന്റെ അടുത്ത് അല്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കി. പ്ലീസ്